ഹലോ മൈ ഡിയർ. അങ്ങനെ ഇരുന്നപ്പോ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ദേ കിടക്കണു സമ്മർ പ്ലാന്റ്സിന്റെ മേള. എന്തൊരു ഭംഗിയായിരുന്നെന്നറിയോ, എന്തോരം പൂക്കളായിരുന്നെന്നറിയോ. കണ്ടിട്ട് കൊതി തീർന്നില്ലായിരുന്നു, അത്ര ഭംഗിയായിരുന്നു. അപ്പൊ നമ്മൾ വന്നിരിക്കണ അത് വാങ്ങാനല്ലാത്തത് കൊണ്ടും എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ അത്യാവശ്യമുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അങ്ങ് വാങ്ങി. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് നേരെ സ്പോർട്സ് കുഞ്ഞാപ്പിക്ക് ഷൂസും ചപ്പലും ഒക്കെ നോക്കി. ഈ ഓടിപ്പിടുത്തത്തിന്റെയും ഒളിച്ചുകളിയുടെ ഒക്കെ ഇടയ്ക്ക് വേണം വേണ്ട സാധനങ്ങളൊക്കെ എവിടെയാന്ന് വെച്ചാൽ കണ്ടെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശാലു ചേച്ചി വിളിച്ചിട്ട് പിള്ളേരെ വേഗം വീട്ടിലേക്ക് വായോന്ന് പറഞ്ഞു. നമ്മളൊന്നും നോക്കിയില്ല, വണ്ടി നേരെ അങ്ങോട്ട് പോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ 5 പേരും കൂടെ ലേക്കിന്റെ സൈഡിലൊക്കെ നടക്കാൻ പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഉഗ്രം വെതർ ആയിരുന്നു കേട്ടോ. അപ്പൊ ദേ ഗൂസും ഗൂസിന്റെ കുഞ്ഞുങ്ങളും കൂടെ ഈവനിങ് വാക്കിന് പോകും. അങ്ങനെ കഥയും പറഞ്ഞു വരുമ്പോഴാ ദേണ്ടടാ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച. പിന്നെ ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. കുറെ അങ്ങ് നടന്നു ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും വിഷമിച്ചു. എന്നാ പിന്നെ വീട്ടിലേക്ക് പോയേക്കാമെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തൊട്ട് കല്യാണിക്കുട്ടി ദേ വൻ കലാപരിപാടികളാട്ടോ. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഔദ്യോഗികമായി ഭക്ഷണം കഴിക്കൽ മഹാമഹത്തിലേക്ക് കടന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നില്ല അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു മന്ത്ലി ഗെറ്റ് ടുഗദർ ഞങ്ങൾക്കത് നിർബന്ധമാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 10-11:30 കൂടി ഞങ്ങൾ ചേട്ടനോടും ചേച്ചിയോടും ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല, നാളെ കാണാം. ബൈ ബൈ.